എടാ വിഷ്ണു, എന്തൊക്കെയാണ് ഇവൻ വിളിച്ചു പോകുന്നത്? അവൻ പറഞ്ഞതിലും ചില കാര്യങ്ങളുണ്ട്. അവനിപ്പോ എന്നേക്കാൾ സ്ഥാനമുണ്ട് ഇവിടെ. ഇവിടെ പുരാധികപ്പറ്റി ഞാനാ, എല്ലാ അർത്ഥത്തിലും. എടാ നീ അതൊക്കെ വിട്ടുകളാ. എടാ അവൻ കഴിച്ച മദ്യം അവനെ കൊണ്ട് അതൊക്കെ പറയിപ്പിക്കുന്നേ. എടാ സ്വബോധമുള്ളവനാണെങ്കിലേ അവൻ ഇങ്ങനെയൊക്കെ പറയുമോ? മദ്യത്തിന്റെ പുറത്താണെങ്കിൽ അവൻ പറഞ്ഞതിൽ കാര്യമുണ്ടച്ച. അവൻ നോക്കുമ്പോ കുടുംബവും കുട്ടികളൊന്നും ഇല്ലാത്ത എനിക്കല്ലേ. എന്താ അർത്ഥം എന്റെ ജീവിതത്തിലുള്ള? പൂജ്യം, വെറും വട്ടപൂജ്യം, എല്ലാ അർത്ഥത്തിലും. അത് മാത്രമല്ല, സത്യാമ്മയ്ക്ക് ബ്രോയേക്കാളും വിശ്വാസം എന്നെ തന്നെയാ. രാഘവേട്ടാ, ഇവൻ ഇങ്ങനെ തുടങ്ങി പിന്നെ നമ്മൾ എന്ത് ചെയ്യും? എനിക്ക് അറിഞ്ഞൂടാ, എനിക്കൊന്നും അറിഞ്ഞൂടാ. സമാധാനം പണ്ടേ പോയ കുടുംബത്തിന്റെ ഇപ്പൊ അതങ്ങ് പൂർണ്ണമായി. അത്രേ ഉള്ളൂ. എന്തു സ്ഥാനം? ഒരു സ്ഥാനവും ഇല്ല. അതുകൊണ്ടാണല്ലോ സത്യാമ്മ എന്റെ പേര് ബിസിനസ് ചെയ്യുന്നതും എന്നെ വിശ്വസിച്ച് ഏൽപ്പിച്ചതും. അപ്പൊ പിന്നെ ബ്രോയേക്കാളും സ്ഥാനം എനിക്കല്ലേ? എല്ലാ സത്യങ്ങളും ഒരു പേപ്പറിൽ എഴുതി വെച്ചിട്ട് ജീവിതം അവസാനിപ്പിക്കാനായി തീരുമാനിച്ചത്. പപ്പി എന്റെ മകളല്ലെന്ന്. കുഞ്ഞേച്ചിയാണ് പപ്പിയെ സത്യം പ്രസവിച്ചതെന്ന്. അത് കുഞ്ഞേച്ചി, ഞാൻ എല്ലാം എഴുതി വെച്ചു. എന്തിനാ രോഹിത്തെ ഇങ്ങനെ മറ്റുള്ളവരുടെ വെറുപ്പ് സമ്പാദിക്കുന്നേ? സത്യമ്മയും വിഷ്ണുവേട്ടനെയും വെറുപ്പിച്ചോണ്ട് നമുക്ക് എങ്ങനെയാ ഇവിടെ ജീവിച്ചു പോകാൻ പറ്റുക? ഞാൻ ജീവിച്ചു പോവും. നീ ഇവിടെ ജീവിക്കണോ വേണ്ടോന്ന് ഞാൻ തീരുമാനിക്കണം. രോഹിത്തെ, നമ്മുടെ മോള് പപ്പി ഓർത്തെങ്കിലും രോഹിത്തിനെ കുടിക്കരുത്. നമ്മുടെ മോളോ? ഏത് മോള്? ഞാൻ എനിക്ക് തോന്നിയതുപോലെ ജീവിക്കും. കഴുത്തറ്റം വരെ കുടിക്കുകയും ചെയ്യും. ഒരാള് തന്നെ നേർവഴി നടത്താനൊന്നും വരണ്ട. നീ പോലും. രോഹിത്തെ, ഞാൻ രോഹിത്തിന്റെ ഭാര്യയാ. എനിക്ക് അതിനുള്ള അവകാശമുണ്ട്. അവകാശമുണ്ടെന്നോ? എന്ത് അവകാശമാടി നിനക്കുള്ളേ? നിനക്കൊരവകാശവും ഇല്ലടി. കാരണം നീ എന്നെ ചതിക്കുകയായിരുന്നു. കുറെ വർഷങ്ങളായി നീ എന്നെ ചതിച്ചോണ്ടേ ഇരിക്കുകയായിരുന്നു. ഈശ്വര, ആ കത്ത് രോഹിത്തിന്റെ കയ്യിലാണോ കിട്ടിയത്? എങ്ങോട്ടാടി നീ പോന്നേ? ചതിക്കുന്നവളൊന്നും എന്റെ മുറി കിടക്കണ്ട. നീ ചിലപ്പോ എന്റെ കഴുത്ത് ചരിച്ച് കൊന്നാലോ? രോഹിത്തെ, നിന്റെ സ്ഥാനം ഇനി ഈ വീടിന് പുറത്താ. പുറത്ത്. രോഹിത്തെ, നീ ഇനി എന്നെ അങ്ങനെ വിളിക്കരുത്. എനിക്കിനി ഇങ്ങനെ ഒരു ഭാര്യയില്ല. എന്റെ കൺമുമ്പിൽ പോലും ഇനി വന്നു പോരുത്. സത്യമേ, ഞാൻ എന്തൊരു മനസ്സാടി നിന്റേത്. ഇത്രയും കാലം ഒരു കുടുംബത്തെ മുഴുവൻ പറ്റിക്കാണെന്ന് പറയുമ്പോ നിന്നെ ഇതല്ല ചെയ്യേണ്ടത്.
സത്യമേ, ജീവനോടെ കെട്ടിത്തൂക്കാ വേണ്ടത്. താലി കെട്ടിയ പുരുഷനെ വഞ്ചിക്കുന്നവൾക്ക് ഇഹലോകത്തും പരലോകത്തും സ്ഥാനമില്ലെന്നാ പറയുന്നത്. ഇത് അവനെ മാത്രമല്ലല്ലോ, നിന്നെ വിശ്വസിച്ച എല്ലാവരെയും നീ വഞ്ചിച്ചില്ലേ? അച്ഛാ, എന്നെ ആരും മനസ്സിലാക്കുന്നില്ലല്ലോ. അച്ഛനെങ്കിലും ഒന്ന് മനസ്സിലാക്ക്. മനസ്സിലാക്കിയെടുത്തോളം മതി. നിന്നെ ഞാനേ ഒരുപാട് ഇഷ്ടപ്പെട്ടതുകൊണ്ട് മാത്രം അതല്ലാത്തതേ. ഇല്ലെങ്കിൽ ഈ കുത്തി നടക്കുന്ന വടിക്ക് മറ്റൊരു ഉപയോഗം കൂടി ഉണ്ടെന്നേ ഞാൻ തെളിയിച്ചേനെ. എല്ലാരും കൂടി എന്തിനാ എന്നെ ഇങ്ങനെ ഉപദ്രവിക്കുന്നത്? ഞാൻ എന്ത് തെറ്റാ ചെയ്ത്? തെറ്റും എന്ത് തെറ്റാ നീ ചെയ്തെന്ന് അറിയണോ അല്ലേടേ? എങ്കി പറയടി, പപ്പിയുടെ അച്ഛൻ ആരാ? പപ്പിയുടെ അച്ഛൻ ആരാണെന്ന് പറയടി. പപ്പിയുടെ അച്ഛൻ ആരാടി? ഞാനാണോ? ഞാനാണോന്ന് പറയടി, പറയാൻ. ഇത് നീ എഴുതി വെച്ച കത്തല്ലേ? ഈ കത്ത് ഞാൻ എഴുതുന്നത് ഈ കുടുംബത്തിനാണ്. ഇത്രയും നാളും ഞാൻ മറച്ചു വെച്ച വലിയൊരു സത്യം ഞാൻ ഇവിടെ അറിയിക്കോ? പപ്പി എന്റെ മകളല്ല. വിഷ്ണുവേട്ടനും എന്റെ കുഞ്ഞേച്ചിക്കും പിറന്ന ഇരട്ട കുട്ടികൾ. അതാ പപ്പിയും സത്യയും. പക്ഷെ അവർക്കും ഈ വിവരം അറിയില്ല. എനിക്ക് അബോർഷൻ ആയപ്പോ എനിക്ക് ഒരിക്കലും കുട്ടികൾ ഉണ്ടാവില്ലെന്ന് ഡോക്ടർ തുറന്നു പറഞ്ഞപ്പോ സത്യമ്മയുടെയും രോഹിത്തിന്റെയും സ്നേഹം നഷ്ടപ്പെടാതിരിക്കാനായി എനിക്ക് ഗർഭിണിയായി അഭിനയിക്കേണ്ടി വന്നു. പപ്പി എന്റെ മോളല്ല. ഇത്രയും നാളും നീയും നിന്റെ വീട്ടുകാരും ചേർന്ന് ഞങ്ങളെല്ലാവരും വിഡ്ഢികളാക്കിയായിരുന്നല്ലേ? രോഹിത്ത്, എന്താർത്ഥത്തിലാടി ഇത്രയും വലിയ ചതി നീ എന്നോട് കാണിച്ചേ? ഇനി നീ ഈ വീട്ടിൽ കഴിയണ്ട. നീ ജീവിച്ചിരിക്കാൻ പാടില്ല. രോഹിത്ത്, ഞാൻ പറയുന്നൊന്ന് കേക്ക്. രോഹിത്ത്, ഇങ്ങോട്ട് വരാൻ പറയട്ടെ. നടക്കടി ഇങ്ങോട്ട്. രോഹിത്ത്, ഇറങ്ങി വാടയോട്ട്. രോഹിത്ത്, രോഹിത്ത് വിട്. വിടാൻ. എന്താന്ന് വെച്ചാ ചെയ്യട്ടെ. ചതിക്കല്ലായിരുന്നു അവള് നമ്മളെ. രോഹിത്ത്, എന്താ അച്ഛാ? അച്ഛാ, എന്നെ ഇങ്ങോട്ടാ കൊണ്ടുവന്നേ? അച്ഛാ, എന്നെ ഇപ്പൊ രാത്രി എവിടെ കൊണ്ടുപോവാ? അച്ഛാ, വിടച്ഛാ. രോഹിത്ത്, രോഹിത്ത് ചതിക്കില്ല. എന്റെ മോളൊന്നും ചെയ്യല്ലേ. സമ്മതിച്ചല്ല. എന്റെ മോളല്ലെന്ന് നീ സമ്മതിച്ചല്ല. അപ്പൊ പിന്നെ എനിക്ക് ധൈര്യമായിട്ട് കൊല്ലാം. അച്ഛാ, വിടച്ഛാ. പപ്പി മോളെ വിടാൻ. അമ്മ വിടാൻ പറയമ്മേ. രോഹിത്തെ ഞാൻ സമ്മതിക്കില്ല. എന്റെ കുഞ്ഞിനെ ഉപദ്രവിക്കാൻ ഞാൻ സമ്മതിക്കില്ല.
അച്ഛാ, വിടച്ഛാ. ആ! എന്താ അമ്മേ? മോളെ എന്താ അമ്മേ, എന്ത് പറ്റി? വല്ല സ്വപ്നവും കണ്ടോ? മോളെ നിനക്കൊന്നും പറ്റിയില്ലല്ലോ. അമ്മയ്ക്ക് ഇപ്പോഴാ സമാധാനമായ. എന്താ എന്താ എന്തു പറ്റി? എന്തിനാ നിലവിളിച്ച നീ? എന്താടി മോളെ? എടി ശ്യാമേ, എടി എന്തു പറ്റിയെന്ന്? സത്യമേ, ഞാനൊരു സ്വപ്നം കണ്ടതാ. രോഹിത് എവിടെ? രോഹിത് എടി രോഹിത് എവിടെയെന്ന്? എനിക്കറിയില്ല സത്യമ്മ. ഞാൻ എണീറ്റപ്പോ ഇവിടെ ഇല്ല. അയ്യോ, അവന് ഈ സമയത്ത് എവിടെ പോയി? എടി കിടക്കുമ്പോ പ്രാർത്ഥിച്ചിട്ട് കിടക്കണം. അതിന് കുറച്ചൊക്കെ ഈശ്വര വിശ്വാസം വേണം. പോട്ടെ, സാരമില്ല, വിഷമിക്കാതെ പോട്ടെ, പ്രാർത്ഥിച്ചിട്ട് കിടക്ക്. ദുസ്വപ്നം ഒന്നും കാണത്തില്ലെന്നേ. നീ ഒന്നുകൂടി പ്രാർത്ഥിച്ചു കിടക്ക്. അയ്യോ, മോളെ കരയാതെ. ഏയ് പോട്ടെ, സാരമില്ലടി, സാരമില്ല. എടി ശ്യാമേ, സ്വപ്നമല്ലേ, വിട്, പോട്ടെ, സാരമില്ല. ശ്യാമേ മോളെ, പറയുന്ന കേക്ക്. പപ്പിയെ പ്രസവിച്ചത് ശാലിനിയാണ്. നിന്റെ ഭാര്യ ശ്യാമയ്ക്ക് കുട്ടികൾ ഉണ്ടാവില്ല. നിനക്ക് ഈ ശീലങ്ങളൊന്നും പതിവില്ലല്ലോടാ, പിന്നെ എന്താണ് ഇവിടെ വന്ന് നിൽക്കുന്നത്? ഉറങ്ങുന്നില്ലേ? ഒന്നുമില്ല, വെറുതെ. നിക്ക്, നിന്റെ കള്ളൊക്കെ ഇറങ്ങിയോ? സത്യമേ, ഞാനൊന്ന് സമാധാനായിട്ടിരുന്നോട്ടെ. ഡാടാ, നിനക്ക് ഇന്നു മുതലാടാ ഞങ്ങളൊക്കെ മനസ്സമാധാനക്കേടായി മാറിയത്. കള്ളു കുടിച്ച് ബോധമില്ലാതെ വന്നിട്ട് എന്തൊക്കെ അനാവശ്യങ്ങളാ നീ വിളിച്ചു പറഞ്ഞെന്ന് നിനക്ക് ഓർമ്മയുണ്ടോ? സ്നേഹിക്കുന്നവരെയൊക്കെ വെറുപ്പിക്കാൻ നീ ഇന്നു മുതലാടാ പഠിച്ചത്. നീക്ക് ഡാ, നിന്റെ ഇപ്പോഴത്തെ ഈ പോക്ക് മോശമായതുകൊണ്ട് പറയാ. ഒരാളെയും വകവെക്കാതെയുള്ള നിന്റെ ഈ പോക്കുണ്ടല്ലോ, ഇതെങ്ങോട്ടാടാ? ഡാ, മനസ്സിലാക്കുക. അവനവൻ ആരാണെന്നും എന്താണെന്നും മനസ്സിലാക്കി മുന്നോട്ട് പോവുക. ഇല്ലെങ്കിൽ പിന്നെ നിനക്ക് ഒരിക്കലും ജീവിതത്തിലേക്ക് തിരിച്ചു വരാൻ പറ്റിയെന്ന് വരില്ല. അങ്ങനെയാണല്ലോ, അത് തന്നെയാണല്ലോ എല്ലാവരുടെ ഉദ്ദേശവും. എടാ, എനിക്കെന്നെ നന്നായിട്ടറിയാം. ഞാൻ ആരാണെന്നും എന്താണെന്നും എനിക്ക് നന്നായിട്ടറിയാം. പക്ഷേ തോറ്റു തരാൻ എനിക്ക് മനസ്സില്ല. എടാ, എന്നെ തോൽപ്പിക്കാൻ 4 വയസ്സും ശ്രമിക്കുന്നുണ്ടെന്ന് എനിക്ക് നന്നായിട്ടറിയാം. അനാഥനാണല്ലോ, ഒരാളും ചോദിക്കാനൊന്നും ഇല്ലല്ലോ. അതുകൊണ്ടാണല്ലോ എല്ലാരും ഇപ്പൊ 2 തരത്തിൽ എന്നോട് പെരുമാറുന്നേ. എടാ, അത് പിന്നെ അങ്ങനെയാണല്ലോ, സ്വന്തം ചോരോടായിരിക്കുമല്ലോ എല്ലാവർക്കും സ്നേഹം ഉണ്ടാവുന്നേ. എന്നെ സംരക്ഷിക്കാൻ ഏറ്റെടുത്തപ്പോ തന്നെ സത്യാമ്മയ്ക്ക് എന്നെ കൊന്നു കളയാൻ പാടില്ലായിരുന്നോ? രോഹിത്, എന്തുവാണ് നീ പറയുന്നത്? നിന്റെ സംസാരം അതിന് കിടക്കുന്നുണ്ട്. മോനെ, എന്താണ് നിനക്ക് പറ്റിയത്? എടാ, നീ ഇവിടെ വന്നിട്ട് എത്ര വർഷമായി? ഇന്നേ വരെ ഞങ്ങൾ ആരും മനസ്സിൽ പോലും വിചാരിക്കാത്ത കാര്യങ്ങള് നീ ഇപ്പൊ വിളിച്ചു പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. എനിക്കറിയാം, ഇതെല്ലാം നാടകമാ. ഈ കാണിക്കുന്ന സ്നേഹവും സംസാരവും പ്രവൃത്തിയും ഒക്കെ എല്ലാം ഏതോ കടപ്പാടിന്റെ പേരിൽ സത്യമ്മ ചെയ്തൊപ്പിക്കുന്നതാ. എടാ, എങ്ങോ കൊടുത്ത വാക്കിൽ നിങ്ങൾ ചെയ്തൊപ്പിച്ചു വെക്കുന്ന കപട നാടകം.
വിലയില്ലാത്തവനെ പോലെ എനിക്ക് ജീവിക്കേണ്ടി വന്നത് നിങ്ങളൊക്കെ കാരണമാ. ഇന്ന് ഞാൻ ഏതവസ്ഥയിലെത്തിയോ അതിന്റെ പൂർണ്ണ ഉത്തരവാദിത്വം ഈ വീട്ടിലുള്ളവർക്ക് തന്നെയാ. എടാ മോനെ, അല്ലെങ്കിലും എനിക്കറിയാം, ജീവിതത്തിൽ സ്വന്തം എന്ന് പറയാൻ ആരെങ്കിലും ഒക്കെ കിട്ടണമെങ്കിൽ പുണ്യം ചെയ്യണം. പുണ്യം എനിക്കാ പുണ്യമില്ല. ശപിക്കപ്പെട്ടവനാ, ശപിക്കപ്പെട്ടവൻ. അതുകൊണ്ട് തന്നെയാ ഈശ്വരൻ എനിക്ക് കൽപ്പിച്ചു തന്നിരിക്കുന്നത് ജീവിതകാലം മുഴുവൻ അനാഥനായിട്ട് ജീവിക്കണമെന്ന്. എടാ എന്തൊക്കെ ജീവിച്ചോളാം, അനാഥനായിട്ട് തന്നെ ഞാൻ ജീവിച്ചോളാം. പക്ഷേ സ്വന്തം എന്ന് കരുതുന്നവരൊക്കെ ഒരൊറ്റ നിമിഷത്തിൽ അന്യരായി പോകുന്ന അവസ്ഥയുണ്ടല്ലോ, അതൊരിക്കലും ആർക്കും സംഭവിക്കരുത്. എടാ മോനെ, നീ എന്തൊക്കെയാടാ ഈ പറയുന്നത്? നിന്റെ മനസ്സിൽ ഞാൻ അറിയാത്ത എന്തൊക്കെയുണ്ടല്ലോ. എന്താ നിന്റെ പ്രശ്നം? എടാ മോനെ, മക്കള് തെറ്റ് കാണിക്കുമ്പോ ഏതൊരമ്മയാടാ വഴക്ക് പറയാതിരിക്കുന്നത്, ശിക്ഷിക്കാതിരിക്കുന്നത്? അത് അവരോടുള്ള വെറുപ്പ് കൊണ്ടല്ല, ഇഷ്ടക്കൂടുതൽ കൊണ്ടാടാ. വേണ്ട, ഒരാളുടെ സ്നേഹം എനിക്ക് വേണ്ട. എല്ലാം കാവട്ടിവാ, അഭിനയവാ. മുന്നിൽ നിന്ന് ചിരിച്ചു കാണിക്കുന്നവരിൽ പോലും ഉള്ളിന്റെ ഉള്ളിൽ ചതി ഒളിഞ്ഞിരിപ്പുണ്ട്. നമ്മളെ കൊല്ല ചെയ്യിക്കാൻ പോകുന്ന ചതി. വേണ്ട, ഒരാളെ എനിക്ക് കാണണ്ട. വെറുപ്പാ. ഉള്ളിൽ സൂചി കുത്തി ഇറക്കുന്ന വേദനയോടാ ഞാൻ ഈ പറയുന്നത്. എനിക്കിനി ആരും വേണ്ട. സ്വന്തം ബന്ധം ഒന്നും എനിക്കിനി ഇല്ല. എനിക്കിനി ഞാനായിട്ട് ജീവിക്കണം. അതിന് ഒരാളും എന്റെ മുമ്പിൽ വിലങ്ങുതടിയായിട്ട് ഇനി വരരുത്. ഞാൻ ചതി പറ്റിയവനാ. ഇനി ഒരു ചതി പറ്റാതിരിക്കാൻ ഞാൻ ഇനി ഏത് വിധേനയും പൊരുതും. ഒരുപക്ഷെ ഞാനായിട്ടായിരിക്കില്ലെന്ന് മാത്രം. സ്പീക്കറിലിടാം. ഞാൻ അനുപല്ലവി, കളക്ടർ മാഡത്തിന്റെ പ്രൈവറ്റ് സെക്രട്ടറിയാ. എന്താ കാര്യം? മാഡം കുറെ നേരമായി ട്രൈ ചെയ്യുന്നു. ഞാൻ കുറച്ച് തിരക്കായിരുന്നു. പക്ഷെ ഫോൺ റിംഗ് ചെയ്യുന്നുണ്ടായിരുന്നു എന്നാണല്ലോ പറഞ്ഞത്.
ഫോൺ റിങ് ചെയ്തിട്ടുണ്ടായിരിക്കും. പക്ഷെ ഞാൻ തിരക്കിലായിരുന്നോ ഞാൻ പറഞ്ഞത്. എനിക്ക് എന്റേതായിട്ടുള്ള കാര്യങ്ങൾ തിരക്കാൻ പറ്റില്ലേ? എന്താ വിളിച്ച കാര്യം പറ. സാർ മേഡത്തെ ഒന്ന് വിളിക്കണം. മാഡത്തിന് സാറിനോട് എന്തോ സംസാരിക്കാനുണ്ട്. എനിക്ക് സംസാരിക്കാൻ താല്പര്യമില്ല. അതുകൊണ്ടാണ് ഞാൻ ഫോൺ എടുക്കാതിരുന്നത്.